റിയാസിന് മുട്ടൻ വെല്ലുവിളിയുമായി എത്തുകയാണ് PV അൻവർ. റിയാസിന് മാത്രമല്ല പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയും ഭീഷണിയുമായി എത്തുകയാണ്. നവകേരള സദസ്സിന്റെ പേരിൽ കോടാനുകോടികൾ പിരിച്ചെടുത്ത റിയാസിന്റെ വീഡിയോയും ഫോൺ സംഭാഷണങ്ങളും പുറത്തുവിടുമെന്നാണ് അൻവറിന്റെ ഭീഷണി. അവസാന നിമിഷം വജ്രായുധം പുറത്തെടുക്കുമെന്നാണ് ഭീഷണി. വീഡിയോയിലേക്ക് പോകാം. ഇങ്ങനെ പോയാൽ ഞാൻ അതിനെ പ്രതിരോധിക്കും. ഞാൻ നിലമ്പൂരങ്ങാടിയിൽ ടെലിവിഷൻ എടുത്തു വെച്ചിട്ട് ഇവരൊക്കെ കാട്ടിക്കൂട്ടിയ പലതും എൻ്റെ കയ്യിലുണ്ട്. ഇവർ പറയുന്നത് പോലെ ഞാൻ തെളിവടിസ്ഥാനത്തിലായിരിക്കും ഞാൻ പുറത്തുവിടുക. ഇവർക്കൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഈ പറയുന്ന VD സതീശനായാലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മുഹമ്മദ് റിയാസ് ആയാലും ആര്യാടൻ ഷൗക്കത്തായാലും തലയിൽ മുണ്ടിട്ട് നിലമ്പൂരിൽ നിന്ന് ഓടി ഒളിക്കേണ്ട ഗതികളിലേക്ക് പോകും. ഞാനത് ഒരു വാണിംഗ് ആയിട്ട് തന്നെ പറയാണ്. ഇതിൻ്റെ പിന്നിൽ കംപ്ലീറ്റ് പ്രവർത്തിക്കുന്ന വ്യക്തിഹത്യ നടത്തുന്നത് മുഹമ്മദ് റിയാസിൻ്റെയും ആര്യാടൻ ഷൗക്കത്തിൻ്റെയും നേതൃത്വത്തിലാണ്. അതൊരു പരിധി കഴിഞ്ഞാൽ എനിക്ക് അതിനെ പ്രതിരോധിക്കേണ്ടി വരും. മുഹമ്മദ് റിയാസ് കേരളത്തിലെ നവകേരള സദസ്സ് നിങ്ങൾക്കറിയാം, കോടിക്കണക്കിന് രൂപ ഞങ്ങൾക്കൊക്കെ ചിലവ് വന്നാൽ ഞങ്ങൾ പിരിവിട്ട് എനിക്കതിന് മുകളിൽ 50 ലക്ഷം കടമെന്നോനെ. ഓരോ നിയോജക മണ്ഡലത്തിലും ആ നിയോജക മണ്ഡലത്തിലെ കമ്മിറ്റിക്കായിരുന്നു 140 മണ്ഡലങ്ങളിലും ആ പരിപാടി നടത്താനും അതിന് കലക്ഷൻ നടത്താനും ഒരാൾക്കും ഒരു പൈസയും ആരും കൊടുത്തിട്ടില്ല. ഇപ്പോൾ കേരളത്തിലെ മുഴുവൻ കോൺട്രാക്ടർമാരിൽ നിന്നും നവകേരള സദസ്സിൻ്റെ പേരിൽ കോടാനുകോടി ഉറുപ്പിക ഈ പറയുന്ന മുഹമ്മദ് റിയാസ് എന്ന PWD മന്ത്രി പിരിച്ചതിൻ്റെ വീഡിയോകളും അദ്ദേഹം നേരിട്ട് സംസാരിച്ച ഫോൺ കോളുകളും അദ്ദേഹത്തിൻ്റെ PS-ഉം അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയും അദ്ദേഹത്തിൻ്റെ വളരെ വേണ്ടപ്പെട്ടവരും പല കോൺട്രാക്ടർമാരിൽ നിന്നും ബലമായി പൈസ പിരിച്ചതിൻ്റെ ഫോൺ കോളുകൾ എല്ലാം കേരളത്തിൽ ഞാൻ വിടും. എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഞാൻ വ്യക്തിഹത്യ നടത്താനല്ല ഈ തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുന്നത്. ആ രീതിയിലാണ് പോകാൻ അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ തരത്തിൽ തന്നെ അതിനെ തിരിച്ചടിക്കുമെന്ന് ഈ 3 മുന്നണികളോട് 3 നേതാക്കന്മാരോടും CPM-നോട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലമ്പൂരിലെ CPM നേതൃത്വം ചില ആളുകൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. 1500 കോടി നിലമ്പൂരിൽ നിന്ന് അടിച്ചുപോയ ഒരു നിഷാദിനെ പ്രതി ചേർത്ത് തുറങ്കലിലടക്കാൻ ഞാൻ ശ്രമിച്ചപ്പോൾ ഞാൻ പരാജയപ്പെട്ടത് എങ്ങനെയാണ് എന്ന് നിലമ്പൂരിലെ CPM-ൻ്റെ ചില നേതാക്കന്മാർക്കറിയാം. ഇതൊന്നും എന്നെക്കൊണ്ട് അവിടെ പറയിപ്പിക്കരുത്. ഇപ്പോൾ അവസാനമായി കാരാട്ട് കുറീസ് മുങ്ങിപ്പോയതാണ്. ഈ പാവപ്പെട്ട മനുഷ്യർ 12,500 കോടിയോളം രൂപയാണ് നിലമ്പൂരിൽ നിന്ന് ഈ 2 സംഘങ്ങളും അടിച്ചു മാറ്റിയത്. 5000-ഉം 16,000-ഉം സ്വരൂപിച്ച് കൂടുതലും സ്ത്രീകളാണ് ഈ പദ്ധതികളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്. അവരെയൊക്കെ കബളിപ്പിച്ചതിൻ്റെ കഥകൾ നിലമ്പൂരിലെ ജനങ്ങളോട് പച്ചയായി പറയേണ്ടി വരും. അതുകൊണ്ട് വ്യക്തിഹത്യ നിങ്ങൾക്ക് അവസാനിപ്പിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് ചെറിയ ഒരു റിക്വസ്റ്റ് പറഞ്ഞു വിടുകയാണ്.